സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന നിപ്മറിനെ മികവിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുനരധിവാസ ചികിത്സാ മേഖലയിലെ കോഴ്സുകളുടെ സിലബസ്, കാലാവധി, അംഗീകാരം എന്നിവ നൽകുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിനു കീഴിൽ കല്ലേറ്റിങ്ങരയിൽ പ്രവർത്തിക്കുന്ന നിമ്മറിന് 2024 ഐക്യരാഷ്ട്ര സംഘടനയുടെ ടാസ്ക് ഫോഴ്സ് അവാർഡ് ലഭിച്ചിരുന്നു. 2021, 2022, 2023 വർഷങ്ങളിൽ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകളും നിമ്മറിനെ തേടിയെത്തിയിരുന്നതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ കേരളത്തിൽ ആദ്യമായി പ്രോസ്തോട്ടിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിൽ കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല അഫിലിയേഷനോടെ ബിരുദ കോഴ്സ് ആരംഭിച്ച സ്ഥാപനമാണ് നിമ്മർ. RCI അംഗീകാരത്തോടെ 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, 1 വർഷം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കെയർ ഗിവിംഗ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്നീ കോഴ്സുകളും നിമ്മറിൽ നടന്നു വരുന്നുണ്ട്. പുനരധിവാസ ചികിത്സാ മേഖലയിലെ മറ്റൊരു പ്രൊഫഷണൽ കോഴ്സായ ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനമാണ് നിമ്മർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നിമ്മറിന് സംസ്ഥാന സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. 2021, 2022 സാമ്പത്തിക വർഷത്തിൽ 8 കോടി രൂപയും 2022, 2023 സാമ്പത്തിക വർഷത്തിൽ 10 കോടി രൂപയും 2023, 2024 സാമ്പത്തിക വർഷത്തിൽ 12 കോടി രൂപയും 2025, 2026 സാമ്പത്തിക വർഷത്തിൽ 18 കോടി രൂപയും സംസ്ഥാന ബജറ്റിൽ നിമ്മറിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നമ്മുടെ സാമൂഹ്യനീതി മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. നിപ്മറിന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മികവിന്റെ കേന്ദ്രമായി അംഗീകരിച്ചുകൊണ്ട് സാക്ഷ്യപത്രം നൽകിയിരിക്കുകയാണ്. മികവ് അംഗീകരിച്ചുകൊണ്ട് ഭിന്നശേഷി മേഖലയിലെ പുനരധിവാസ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ചുകൊണ്ട് സെന്റർ ഓഫ് എക്സലൻസ് പദവി റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നിപ്മറിനെ നൽകിയിരിക്കുന്നു. RCIയുടെ അംഗീകാരത്തോടെ കേരളത്തിൽ ആദ്യമായി പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിൽ കേരള ആരോഗ്യ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത് ബിരുദ കോഴ്സ് ആരംഭിച്ച സ്ഥാപനമാണ്